ഹലോ, എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബിന്റെ ഈ ചാനലിലേക്ക്, ഡബ്ലിൻ മല്ലു എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മളുടെ വീഡിയോകൾ, പലതരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നുണ്ട്. സോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള പ്രാർത്ഥനകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. സോ നമുക്ക് അസുഖം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥന, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ രോഗാവസ്ഥകൾ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട്, വീടുണ്ടാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒത്തിരി പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഇതിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷകൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള പരീക്ഷകൾ ഇടുന്ന ആൾക്കാരാണ്. OET, IELTS, അതുപോലെ അങ്ങനെ PT, അങ്ങനെയുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ, അതുപോലെ തന്നെ അല്ലാതെ ഉള്ള പരീക്ഷകൾ ഒക്കെ നമ്മൾ ഒത്തിരി ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്നത് അല്ലേ. സോ നമ്മുടെ ആ പരീക്ഷ നന്നാവാൻ വേണ്ടിയിട്ട്, പരീക്ഷയിലുടനീളം നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടും, അതിൻ്റെ അനുഗ്രഹം കിട്ടി ആ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. സോ അതുപോലത്തെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം പരീക്ഷയെ എഴുതാൻ തയ്യാറെടുക്കുന്ന ആളുകൾ ഈ പ്രാർത്ഥന നന്നായിട്ട് ഉപകാരപ്പെടും. നമ്മുടെ കൃപാസന ഉടമ്പടിയൊക്കെ പാലിച്ചു പോരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ കൂടെ തന്നെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാവുന്ന, പരീക്ഷയിൽ വിജയം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണിത്. സോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. പലർക്കും യൂസ് ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാം. മേ ബി രാവിലെയും വൈകിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പലതവണ ചെല്ലണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ ഒരു പരീക്ഷയുടെ കാലത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ പരീക്ഷാ വിജയത്തിലുള്ള പ്രാർത്ഥന എന്നാണ് അതിന്റെ പേര് തന്നെ. പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ. ഓരോ പ്രഭാതത്തിലും സായനത്തിലും അങ്ങയുടെ രക്ഷയും സങ്കേതവുമായിരിക്കണമേ. ജ്ഞാനവും അറിവും നൽകി എന്നെ അനന്തരം വളർത്തണമേ. അങ്ങയുടെ വിരൽ തുമ്പിനാൽ പരീക്ഷകൾ എഴുതുവാൻ എന്നെ സഹായിക്കണമേ. പഠനവേളയിലെ അലസതയും പരീക്ഷാവേളയിലെ അസ്വസ്ഥതയും എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പൂർണ്ണമായും ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി എന്നെ ശക്തിപ്പെടുത്തുമാറാകണമേ. ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ അഭിമുഖീകരിക്കാൻ ആത്മധൈര്യവും നൽകണമേ. എൻ്റെ എല്ലാ പരീക്ഷകളും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നെയും എൻ്റെ എല്ലാ പരീക്ഷകളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് തുടങ്ങുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് അത് ആക്ച്വലി. സോ നമ്മുടെ ആ പരിശുദ്ധാത്മാവിനോടുള്ള ആ ഒരു ജപം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊക്കെ നമ്മൾ ഒരുങ്ങുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മൾക്ക് ഓരോരുത്തർക്കും. പലരും പല ടഫായിട്ടുള്ള എക്സാമുകളൊക്കെ ഇടുന്ന ആളുകളുണ്ട്. സോ പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടും ആ ഒരു കാര്യത്തെ സമർപ്പിച്ചുകൊണ്ട് പഠിക്കാനിരിക്കുന്നതിനൊക്കെ മുന്നേ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു പ്രാർത്ഥന വേണ്ടവർക്ക് നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ പ്രാർത്ഥന അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. വളരെ നല്ലതാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ തന്നെ ആ പ്രാർത്ഥനകളുടെ കൂടെ തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു വിജയത്തിനുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഓക്കെ,